ദേശീയപാതയിൽ മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്ന കാസർഗോഡ് ജില്ലയിലെ രണ്ടാം റീച്ചായ ചെർക്കള ചട്ടഞ്ചാലിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സന്ദർശനം നടത്തി. പ്രദേശത്തെ അപകടാവസ്ഥ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ന്യൂസ് 18 റിപ്പോർട്ട് ചെയ്തിരുന്നു. തുടർന്നാണ് കളക്ടറുടെ അടിയന്തര സന്ദർശനം. അപകട സാധ്യത കണക്കിലെടുത്ത് ആർ ഡി ഒമാർക്ക് മേൽനോട്ട ചുമതല നൽകിയതായി കളക്ടർ ന്യൂസ് 18 പറഞ്ഞു. ദേശീയപാതയിൽ നിർമ്മാണം പുരോഗമിക്കുന്ന ചെർക്കള, ബേവിഞ്ച, തെക്കിൽ ഭാഗങ്ങളിലാണ് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സന്ദർശനം നടത്തിയത്. കാലവർഷം ശക്തി പ്രാപിക്കുന്നതോടെ പ്രദേശത്ത് വൻ അപകട സാധ്യതയാണ് നിലനിൽക്കുന്നത്. ചെർക്കള മുതൽ ചട്ടഞ്ചാൽ വരെ 8 കിലോമീറ്ററിൽ പലയിടത്തും മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നു. കഴിഞ്ഞ കാലവർഷത്തിൽ ഇവിടെ നിരവധി ഇടങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടായി. പ്രദേശത്ത് സർവീസ് റോഡ് ഇല്ലാത്തതും ഡ്രൈനേജ് സംവിധാനം ഒരുക്കാത്തതും വലിയ പ്രതിഷേധത്തിനാണ് ഇടയാക്കിയിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ന്യൂസ് 18 വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് കലക്ടറുടെ അടിയന്തര സന്ദർശനം. കാലവർഷം ആരംഭത്തിനു മുൻപ് നിർമ്മാണം പൂർത്തീകരിക്കാൻ ദേശീയപാത അതോറിറ്റിക്ക് നിർദ്ദേശം നൽകിയിരുന്നുവെങ്കിലും പ്രതീക്ഷിച്ചത്ര പുരോഗതി ഉണ്ടായിട്ടില്ലെന്നും അപകട സാധ്യത കണക്കിലെടുത്ത് പോലീസിനും റവന്യൂ ഡിവിഷണൽ ഓഫീസർമാർക്കും നിരീക്ഷണ ചുമതല നൽകിയതായും കലക്ടർ വ്യക്തമാക്കി. ഈ വർഷം നമ്മൾ മഴ സ്റ്റാർട്ട് ചെയ്യാറായി. ഈ വർഷം നമ്മൾ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ചിട്ട് വർക്ക് നടന്നിട്ടുണ്ട്. എന്നാലും പ്രതീക്ഷിച്ചത്ര പൂർണ്ണമായിട്ട് വർക്ക് NH കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അപ്പം നമ്മൾ നോക്കിയപ്പോഴത്തേക്ക് കുറച്ച് പോർഷനിൽ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എന്തായാലും മഴയായിട്ട് ബന്ധപ്പെട്ട് എല്ലാവിധ പ്രിപ്പറേഷൻസും NH എടുക്കാൻ വേണ്ടിയിട്ട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പോലീസും മോട്ടോർ വാഹന വകുപ്പും കൂടെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്യും. എന്തെങ്കിലും മണ്ണിടിച്ചിൽ അതുപോലത്തെ സാഹചര്യം ഉണ്ടായാൽ അപ്പോൾ തന്നെ ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എമർജൻസി റെസ്പോൺസ് അതുപോലത്തെ സംവിധാനങ്ങളെല്ലാം നിലവിൽ നമ്മൾ സജ്ജമാക്കിയിട്ടുണ്ട്. നിലവിൽ ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഇത് 2 സ്ഥലങ്ങളിലും നമ്മൾ RDOമാരെ മോണിറ്റർ ചെയ്യാൻ വേണ്ടി ചുമതലപ്പെടുത്തിയിട്ടുമുണ്ട്. നമ്മൾ എല്ലാവരുമായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ട് ഇതിന്റെ വർക്കുകൾ നമ്മൾ പ്രോപ്പറായിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട്. അപകട സാധ്യത കണക്കിലെടുത്ത് ആവശ്യമാണെങ്കിൽ പ്രദേശത്തു നിന്നും കുടുംബങ്ങളെ മാറ്റി താമസിക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കാൻ RDO തലത്തിൽ നിർദ്ദേശം നൽകിയതായും ജില്ലാ കളക്ടർ കൂട്ടിച്ചേർത്തു. ദേശീയപാതയിൽ ചെറുവത്തൂർ, വീരമലക്കുന്ന്, മട്ടലായിക്കുന്ന് എന്നിവിടങ്ങളിലും മണ്ണിടിച്ചൽ ഭീഷണി നിലനിൽക്കുന്നുണ്ട്. KV ബൈജു, ന്യൂസ് 18, കാസർഗോഡ്. കൊല്ലം നഗരത്തിന്റെ മുഖച്ഛായ മാറ്റാൻ ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി KV ബൈജു ചേരുകയാണ്. നേരത്തെ കാണിച്ച ദൃശ്യങ്ങൾ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഈ കാസർഗോഡ് ജില്ലയിലെ മണ്ണിടിച്ചിൽ, ദേശീയപാതയിൽ നിരവധി സ്ഥലങ്ങളിൽ മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നു. രണ്ടാം റീച്ചായ ചെർക്കള ചട്ടഞ്ചാലിലാണ് ഇപ്പോൾ കൂടുതൽ ഭീഷണി ഉണ്ടായിരിക്കുന്നത്. KV ബൈജു ചേരുകയാണ്. ബൈജു, കളക്ടർ അവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് മനസ്സിലാക്കേണ്ടത് ദേശീയപാതയിലെ പല മേഖലകളിലും സമാനമായ പ്രശ്നങ്ങളുണ്ട്. ഇതിന് മുൻപുള്ള വർഷങ്ങളിലും മഴക്കാലത്ത് ബൈജുവിന് റിപ്പോർട്ട് ചെയ്ത ഒരുപാട് പ്രദേശങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കുമെന്നൊക്കെ അന്ന് ബന്ധപ്പെട്ട ഉറപ്പ് നൽകിയിരുന്നതാണ്. പക്ഷേ ഇപ്പോഴും അശാസ്ത്രീയമായ പല നിർമ്മാണങ്ങളും നടക്കുന്നു എന്ന് വ്യക്തമാക്കുന്നതല്ലേ ഇത്തരം കാര്യങ്ങൾ? തീർച്ചയായും രഞ്ജിത്തെ, ഒരു ദുരന്തങ്ങൾ ഉണ്ടായാൽ മാത്രം കണ്ണു തുറക്കുന്ന അധികാരികൾക്ക് മുന്നിലാണ് കാലവർഷത്തിന് തൊട്ടു മുൻപ് നമ്മൾ ആ അപകടം, ഭീതി അല്ലെങ്കിൽ മണ്ണിടിച്ചൽ ഭീഷണിയൊക്കെ കൃത്യമായി ആകാശ കാഴ്ചകൾ ഉൾപ്പെടെ ആ ദൃശ്യങ്ങൾ വ്യക്തമാക്കിയത്. അതിൽ തന്നെ മനസ്സിലാക്കാം എത്രത്തോളം അപകട ഭീഷണിയാണ് ഈ പ്രദേശങ്ങളിലൊക്കെ ഉള്ളതെന്ന്. അതിൽ ഏറ്റവും പ്രധാനം രഞ്ജിത്ത് സൂചിപ്പിച്ചത് തന്നെയാണ്. ചെർക്കള മുതൽ ചട്ടഞ്ചാൽ വരെയുള്ള 8 കിലോമീറ്ററിൽ ഏതെങ്കിലും തരത്തിൽ ചെറിയൊരു മഴയുണ്ടായാൽ പോലും ഇതുവഴി യാത്ര വലിയ അപകടകരമാണ്. അതുമാത്രമല്ല, നിരവധി കുടുംബങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ട്. ഇവരുടെയും ജീവിതം വലിയ അപകടത്തിൽ തന്നെയാണുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അത് കൃത്യമായ ആ റിപ്പോർട്ട്. അതിൽ തുടർന്നാണ് ഇപ്പോൾ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഈ സ്ഥലം സന്ദർശിച്ചിരിക്കുന്നത്. അദ്ദേഹം അതിന്റെ അവിടുത്തെ ഒരു അപകടാവസ്ഥ അത് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെ RDOമാർക്ക് ചുമതല നൽകിയിട്ടുണ്ട്, നിരീക്ഷണ ചുമതല നൽകിയിട്ടുണ്ട്. മാത്രമല്ല, ആവശ്യമാണെങ്കിൽ കുടുംബങ്ങളെ മാറ്റി താമസിക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികളിൽ കടക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഏതായാലും ഈ പഞ്ചായത്ത്, ചെങ്കള പഞ്ചായത്ത് പ്രതിനിധികൾ ഉൾപ്പെടെയുള്ള അടിയന്തര യോഗവും കളക്ടർ വിളിച്ചു ചേർക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഏതായാലും കഴിഞ്ഞ വർഷം ഉണ്ടായ അതേ അവസ്ഥ തന്നെയാണ് ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്നു എന്ന് പറയണം. അത്രത്തോളം നിർമ്മാണ പ്രവർത്തികൾ ഇഴഞ്ഞു നീങ്ങുന്ന ഒരു സാഹചര്യമാണ്. മാത്രമല്ല, അശാസ്ത്രീയമായ രീതിയിലാണ് ഇവിടെ റോഡ് നിർമ്മാണം. അത് നേരത്തെ റിപ്പോർട്ടിൽ സൂചിപ്പിച്ച പോലെ തന്നെ ഡ്രൈനേജ് സംവിധാനങ്ങളില്ല, സർവീസ് റോഡില്ല. അങ്ങനെ വലിയ തോതിലുള്ള ദുരിതമാണ് ഈ പ്രദേശത്തെ ആളുകൾ അനുഭവിക്കുന്നത്. ഇതോടൊപ്പം ചെറുവത്തൂർ, വീരമലക്കുന്ന്, അതും നമ്മൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തതാണ്. വീരമലക്കുന്ന് വലിയ തോതിലുള്ള അപകടാവസ്ഥയിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അശാസ്ത്രീയമായ രീതിയിൽ മണ്ണിടിച്ചതിനെ തുടർന്ന് ഏത് സമയത്തും ഒരു മഴ വന്നാൽ മണ്ണിടിച്ചിലുണ്ടാകും. മാത്രമല്ല, വലിയ വെള്ളച്ചാട്ടമാണ് ഇവിടെ നിന്നും ദേശീയപാതയിലേക്ക് എത്തുന്നതെന്നതും ഏറ്റവും അപകടം, ഭീതി
മനസ്സിലാക്കാം. അതോടൊപ്പം മട്ലായിക്കുന്നിൽ വലിയ അപകടാവസ്ഥയുണ്ട്. ഈ രണ്ടാം റീച്ച് എന്ന് പറയുന്നത് ചെങ്കള മുതൽ തളിപ്പറമ്പ് വരെ മേഗാ കൺസ്ട്രക്ഷൻ കമ്പനിയാണ്. വലിയ പരാതി നേരത്തെ തന്നെ ഇവർക്കെതിരെ ഉയർന്നിരുന്നു. പല സ്ഥലങ്ങളിലും റോഡിൽ വിള്ളൽ വീഴുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. വേനൽ മഴയിൽ പോലും നിരവധി ഇടങ്ങളിൽ വെള്ളം കെട്ടുണ്ടാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ കലക്ടറുടെ അടിയന്തര പരിശോധന. പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഇതിനൊരു പരിഹാരം കാണാൻ ഇപ്പോൾ സാധിക്കാത്ത ഒരു സാഹചര്യമാണ്. നിർമ്മാണ പ്രവൃത്തികൾ വേണ്ടത്ര പുരോഗതി ഉണ്ടായിട്ടില്ല. കലക്ടർ തന്നെ സമ്മതിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നമ്മളവിടെ കണ്ടതാണ്, വെറും 4 or 5 ജോലിക്കാർ മാത്രമാണ് നിലവിൽ ഇവിടെ ഇപ്പോൾ ഉള്ളത്. വളരെ വേഗത്തിൽ അടിയന്തരമായി പൂർത്തീകരിക്കേണ്ട പ്രവൃത്തികളാണ്. പക്ഷെ അത് മന്ദഗതിയിലാണ് നീങ്ങുന്നത്. പല സ്ഥലങ്ങളിലും സർവീസ് റോഡ് ഇല്ല. അതോടൊപ്പം 6 വരി പാത എന്ന് പറഞ്ഞ് ഒറ്റ ലൈനിലൂടെയാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത്. അധികൃതർ ആ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്, പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.